നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ആവേശത്തോടെ വിധിയെഴുതി മൂവാറ്റുപുഴയും. കനത്ത വെയിലിലും കനത്ത പോളിംഗ് രേഖപ്പെടുത്തി. ഫലപ്രഖ്യാപനം മെയ് 4-ന്. മൂവാറ്റുപുഴ മണ്ഡലത്തിൽ ഭിന്നശേഷി സൗഹൃദ ബൂത്ത്. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും വയോധികർക്കും വോട്ട് രേഖപ്പെടുത്തുന്നതിനായാണ് ബൂത്ത് ഒരുക്കിയത്. ഇലാഹിയ പബ്ലിക് സ്കൂളിലാണ് ബൂത്ത് സജ്ജമാക്കിയിരിക്കുന്നത്. മൂവാറ്റുപുഴ മണ്ഡലത്തിൽ വോട്ട് രേഖപ്പെടുത്തി LDF സ്ഥാനാർത്ഥി N അരുൺ. തൃക്കളത്തൂർ ഗവൺമെന്റ് LPG സ്കൂളിലെ 6-ാം നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. മൂവാറ്റുപുഴ UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ വോട്ട് രേഖപ്പെടുത്തി. ആയങ്കര 106-ാം നമ്പർ ബൂത്തിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. മൂവാറ്റുപുഴ മണ്ഡലം ഇത്തവണ അരുണിലൂടെ LDF തിരിച്ചുപിടിക്കും. മുൻ MLA എൽദോ എബ്രഹാം. തൃക്കളത്തൂർ ഗവൺമെന്റ് LPG സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയാണ് പ്രതികരണം. വാർത്തകൾ വിശദമായി. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും വയോധികർക്കും വോട്ട് രേഖപ്പെടുത്തുന്നതിനായി മൂവാറ്റുപുഴ മണ്ഡലത്തിൽ ഭിന്നശേഷി സൗഹൃദ ബൂത്ത്. വിപുലമായ സൗകര്യങ്ങളോടെയാണ് ഇലാഹിയ പബ്ലിക് സ്കൂളിൽ ബൂത്ത് സജ്ജമാക്കിയിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും വയോധികർക്കും തടസ്സമില്ലാതെ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി മൂവാറ്റുപുഴ മണ്ഡലത്തിൽ വിപുലമായ സൗകര്യങ്ങളോടെ ഭിന്നശേഷി സൗഹൃദ ബൂത്ത്. ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഇലാഹിയ പബ്ലിക് സ്കൂളിൽ ഭിന്നശേഷി സൗഹൃദ ബൂത്ത് ഒരുക്കിയത്. ബൂത്തിന്റെ നിയന്ത്രണവും പ്രവർത്തനവും പൂർണ്ണമായി ഭിന്നശേഷിക്കാര ഉദ്യോഗസ്ഥരാണ് നിർവഹിക്കുന്നത്. വോട്ടർമാരെ സ്വാഗതം ചെയ്യുന്നതിനായി പ്രത്യേക ബോർഡുകളും വോട്ട് ചെയ്യുന്നതിന്റെ ആവശ്യകതയും ബോധവൽക്കരണവും കാണിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു. വോട്ട് ചെയ്യുന്നതിന് ക്യൂവിൽ നിൽക്കുമ്പോൾ വിരസത ഒഴിവാക്കുന്നതിനായി സംഗീതവും ഒരുക്കിയിട്ടുണ്ട്. റാമ്പുകൾ, വീൽചെയറുകൾ അനായാസം പ്രവേശിക്കത്തക്ക രീതിയിൽ ശാസ്ത്രീയമായി നിർമ്മിച്ച റാമ്പുകൾ എല്ലാ ബൂത്തിലും ഉറപ്പാക്കിയിട്ടുണ്ട്. നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കായി വീൽചെയറുകളും അവരെ സഹായിക്കാൻ വോളണ്ടിയർമാരുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുള്ള ഭിന്നശേഷിക്കാർക്കായി വാഹന സൗകര്യവും തെരഞ്ഞെടുപ്പ് വിഭാഗം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്യൂ നിൽക്കാതെ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി ഇവർക്ക് മുൻഗണന നൽകും. കൂടാതെ കാഴ്ച പരിമിതി ഉള്ളവർക്കായി ബ്രെയിൽ ലിപിയിലുള്ള ബാലറ്റ് പേപ്പറുകളും ബൂത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. NSS NCC കേഡറ്റുകളുടെ സേവനവും സഹായത്തിനായി ബൂത്തുകളിൽ ലഭ്യമാക്കും. വോട്ട് ചെയ്യാൻ എത്തുന്നവർക്ക് ദാഹം അകറ്റുന്നതിനായി സംഭാരവും കുടിവെള്ളവും ഒരുക്കിയിട്ടുണ്ട്. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ രാവിലെ 8-ഓടെ വോട്ട് രേഖപ്പെടുത്തി. ആയങ്കര 106-ാം നമ്പർ ബൂത്തിലെത്തിയാണ് UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ വോട്ട് രേഖപ്പെടുത്തിയത്. മൂവാറ്റുപുഴ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ പോത്താനിക്കാട് പഞ്ചായത്തിലെ ആയങ്കര 106-ാം നമ്പർ ബൂത്തിൽ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. ഭാര്യ എൽസ കാതറിൻ ജോർജിനൊപ്പം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. തികഞ്ഞ ആത്മവിശ്വാസമാണ് ഉള്ളതെന്നും മൂവാറ്റുപുഴയിൽ മികച്ച മുന്നേറ്റം UDFന് നടത്താൻ സാധിക്കുമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. ഇനി എല്ലാ ബൂത്തുകളിലും കഴിയുന്നത്ര ബൂത്തുകളിൽ വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനിയുള്ളൊരു നടപടിക്രമം. അപ്പൊ പ്രവർത്തകരെല്ലാവരും സജീവമായിട്ട് ബൂത്തിലുണ്ട്. രാവിലെ തന്നെ ഫീൽഡിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ നിന്ന് വന്ന് കാര്യങ്ങളൊന്ന് വിലയിരുത്തി ഇന്നത്തെ ദിവസം അവസാനം സമാപനത്തിലേക്ക് നീങ്ങും. അതിനുശേഷം ഞങ്ങൾ വിശദമായിട്ട് വൈകുന്നേരം വീണ്ടും ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ എല്ലാവരും സമ്മേളിച്ച് കാര്യങ്ങൾ വിലയിരുത്തി പിരിയും. ഇതാണ് ഇന്നത്തെ ഒരു ഷെഡ്യൂൾ. സംസ്ഥാനത്ത് UDF തരംഗം ആഞ്ഞടിക്കുമെന്നും വൻ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിലെത്തുമെന്നും മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മൂവാറ്റുപുഴ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി N അരുൺ വോട്ട് രേഖപ്പെടുത്തി. തൃക്കളത്തൂർ ഗവൺമെന്റ് LPG സ്കൂളിലെ 6-ാം നമ്പർ ബൂത്തിൽ രാവിലെ 7:30-ഓടെ കുടുംബസമേതം എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. മൂവാറ്റുപുഴ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി N അരുൺ വോട്ട് രേഖപ്പെടുത്തി. തൃക്കളത്തൂർ ഗവൺമെന്റ് LPG സ്കൂളിലെ 6-ാം നമ്പർ ബൂത്തിൽ രാവിലെ 7:30-ഓടെ കുടുംബസമേതം എത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. മൂവാറ്റുപുഴ മണ്ഡലം ഇത്തവണ LDF തിരിച്ചുപിടിക്കുമെന്നും വികസന തുടർച്ച ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്നും സംസ്ഥാനത്ത് വീണ്ടും ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും N അരുൺ പറഞ്ഞു. 100% ഉറപ്പായിട്ടും ഇടതുപക്ഷം മൂവാറ്റുപുഴയിൽ തിരിച്ചു വരും. മൂവാറ്റുപുഴയിൽ ഇടത് MLA 2026 ഉണ്ടാകും. സംസ്ഥാനത്തുടനീളം സ്വാഭാവികമായും മൂന്നാമതൊരവസരം കേരളത്തിലെ ജനങ്ങൾ LDFന് നൽകാൻ പോവുകയാണ്. കേരളത്തിൽ നടന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ ചർച്ചാ വിഷയം.
രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ വലിയ നിരയാണ് കാണപ്പെടുന്നത്. മണ്ഡലത്തിലെ വികസന മുരടിപ്പിനെതിരെയുള്ള ജനവിധിയാകും ഇതെന്നും അരുൺ കൂട്ടിച്ചേർത്തു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴ നിയോജക മണ്ഡലം 2020 NDA സ്ഥാനാർത്ഥി സണ്ണി കടുത്താഴെ വോട്ട് രേഖപ്പെടുത്തി. കോതമംഗലം ചേലാട് വേത്സാനിയ സ്കൂളിലെ 68-ാം നമ്പർ ബൂത്തിൽ രാവിലെ 7 എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. മൂവാറ്റുപുഴ നിയോജക മണ്ഡലം 2020 NDA സ്ഥാനാർത്ഥി സണ്ണി കടുത്താഴെ വോട്ട് രേഖപ്പെടുത്തി. കോതമംഗലം ചേലാട് ബെത്സാനിയ സ്കൂളിലെ 68-ാം നമ്പർ ബൂത്തിൽ രാവിലെ 7 എത്തിയാണ് സ്ഥാനാർത്ഥി വോട്ട് രേഖപ്പെടുത്തിയത്. കുടുംബസമേതമാണ് സ്ഥാനാർത്ഥി സണ്ണി തോമസ് കടുത്താഴെ വോട്ട് രേഖപ്പെടുത്താനെത്തിയത്. MCS Hospital, we take care of your health. കുളപ്പുറം സെന്റ് ജോർജ് LP സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി ഡീൻ കുര്യാക്കോസ് MP. ഭാര്യയ്ക്കും സഹോദരനുമൊപ്പം എത്തിയാണ് MP വോട്ട് രേഖപ്പെടുത്തിയത്. കുളപ്പുറം സെന്റ് ജോർജ് LP സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി ഡീൻ കുര്യാക്കോസ് MP. രാവിലെ 8:30 എത്തിയാണ് MP വോട്ട് രേഖപ്പെടുത്തിയത്. സംസ്ഥാനത്ത് 100-ലധികം സീറ്റുകൾ നേടി ഐക്യജനാധിപത്യ മുന്നണിയുടെ അതിശക്തമായ തിരിച്ചുവരവ് യാഥാർത്ഥ്യമാകുമെന്നും ആ വലിയ മുന്നേറ്റത്തിൽ ആവേശം പകരുന്ന വിജയം മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടൻ ഉണ്ടാകുമെന്നും ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. സംസ്ഥാനത്ത് 100-ലധികം സീറ്റുമായി ഐക്യജനാധിപത്യ മുന്നണിയുടെ അതിശക്തമായ ഒരു തിരിച്ചുവരവ് യാഥാർത്ഥ്യമാകുമെന്ന് ഉറപ്പുണ്ട്. ആ വലിയ മുന്നേറ്റത്തിൽ അതിനെല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ആവേശം പകരുന്ന ഒരു ഉജ്ജ്വല വിജയമാണ് മൂവാറ്റുപുഴയിൽ ശ്രീ മാത്യു കുഴൽനാടൻ ഉണ്ടാവുക എന്ന് പറയാൻ സംശയമില്ല. മൂവാറ്റുപുഴയുടെ ഇന്നുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും ഒരു UDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ശ്രീ മാത്യു ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്നുണ്ട്. അതിനനുസരിച്ചുള്ള എല്ലാ രാഷ്ട്രീയ ചുറ്റുപാടും നമ്മുടെ ഈ മണ്ഡലത്തിലുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഏത് മുക്കിനും മൂലയിലും അതിനനുസരിച്ചുള്ള ഒരു ജനവികാരം നിലനിൽക്കുന്നു. അതെല്ലാം നല്ല വിധത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. പിന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും നല്ല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ കാര്യത്തിൽ മറ്റ് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വർദ്ധിതമായ ആവേശമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കെട്ടുറപ്പുണ്ടായിരുന്നു, ഒത്തൊരുമയുണ്ടായിരുന്നു. വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിക്കാൻ കഴിഞ്ഞു. അടുക്കും ചിട്ടയുമുള്ള ആ പ്രവർത്തനങ്ങൾക്ക് കൂടിയുള്ള ഒരു നല്ല അംഗീകാരമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. എല്ലാം ഭൂരിപക്ഷം നേടിയായിരിക്കും മാത്യു കുഴൽനാടൻ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പോകുന്നതെന്നും MP കൂട്ടിച്ചേർത്തു. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ മുൻ MLA എൽദോ എബ്രഹാം തൃക്കളത്തൂർ ഗവൺമെന്റ് LPG സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. മൂവാറ്റുപുഴ മണ്ഡലം ഇത്തവണ അരുണിലൂടെ LDF തിരിച്ചുപിടിക്കുമെന്ന് എൽദോ എബ്രഹാം. തൃക്കളത്തൂർ ഗവൺമെന്റ് LPG സ്കൂളിലെ 5-ാം നമ്പർ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി മൂവാറ്റുപുഴ മണ്ഡലം മുൻ MLA എൽദോ എബ്രഹാം. രാവിലെ 8 എത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. മൂവാറ്റുപുഴ മണ്ഡലം ഇത്തവണ അരുണിലൂടെ LDF തിരിച്ചുപിടിക്കുമെന്നും വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും എൽദോ എബ്രഹാം പറഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടി എൻ്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമുള്ള അംഗീകാരമായി കേരളത്തിലെ വോട്ടർമാർ ഒരിക്കൽ കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, മൂന്നാമതൊരു ഗവൺമെൻറ് വരും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. വോട്ടർമാരെല്ലാം ആ നിലയ്ക്ക് തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം, മൂവാറ്റുപുഴ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ നാട് മൂവാറ്റുപുഴ പിറകിലേക്ക് പോയി. നഷ്ടപ്പെട്ട മൂവാറ്റുപുഴ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട മൂവാറ്റുപുഴ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വളരെ അഭിമാനപൂർവ്വം അവതരിപ്പിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി
സഖാവ് എൻ അരുണിലൂടെ ഈ മൂവാറ്റുപുഴ തിരിച്ചുപിടിക്കും. വലിയ ഭൂരിപക്ഷത്തോടുകൂടി, വൻ ഭൂരിപക്ഷത്തോടുകൂടി ഈ മൂവാറ്റുപുഴ തിരികെ ഇടതുപക്ഷത്തിന് അരികിലേക്ക് എത്തും. സഖാവ് എൻ അരുണിലൂടെ തിരിച്ചുപിടിക്കും എന്നുള്ളതിൽ തർക്കമില്ല. സംസ്ഥാനത്ത് മൂന്നാമതൊരു LDF തരംഗം ആഞ്ഞടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ കീച്ചേരിപ്പടി ആസാദ് റോഡ് ചേറാടിമാൽ പുത്തൻപുര CK അലിയ 80 നിര്യാതനായി. സംസ്കാരം നടത്തി. പരേതൻ റിട്ടയർഡ് തഹസിൽദാർ ആണ്. ഭാര്യ ആർഷ, വെറ്റിലപ്പാറ നെടുവഞ്ചേരി കുടുംബാംഗം. മക്കൾ ഷാനി, ഷഹനവാസ്, ഷാനവാസ്, മരുമക്കൾ ഷാജി, ഷാഹിന, ജിഷ. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.